വരാത്തെ? ഇന്ന് സ്കൂളില്ലേ? ആ ചേച്ചിയും ടോപ്പി ചേട്ടനും നേരത്തെ പോയതാണല്ലോ. ഇപ്പം സ്കൂളുണ്ട്. അമ്മ എൻ്റെ പാഴോ ഇങ്ങനെ കിടന്ന് കാറല്ലേ. അമ്മ ദേ വന്ന്. അയ്യ അമ്മേ, എൻ്റെ കൂട്ടുകാരൊക്കെ ദേവോ അവിടെ കാത്തു നിൽക്കും, അതുകൊണ്ടാ. മക്കളെ പോയിട്ട് ഓടി വന്നോട്ടോ. അമ്മമ്മേ എനിക്ക് അമ്മമ്മയുടെ കണ്ട് പോകാൻ മടി അമ്മമ്മേ. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോട്ടെ അമ്മമ്മ അമ്മമ്മയുടെ കൂടെ. അച്ചോടാ, മക്കള് പോയിട്ട് വന്നിട്ട് അമ്മമ്മയുടെ അടുത്ത് ഇരിക്കാലോ. അതെ മോളെ, പോയിട്ട് വന്നിട്ട് നമുക്ക് കഥയൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ. ഈ അമ്മ സമ്മതിക്കൂല. ആ വിട്ടോ ഇവിടെ നിൽക്കണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വാട്ടോ. ടാറ്റാ. ചെല്ലിയല്ലേ. പാവം കൊച്ചി വിഷമിച്ചാ പോയേക്കുന്നത്. ഈ വിഷമമൊക്കെ എന്നും ഉണ്ടമ്മേ, ഒന്നും മൈൻഡ് ആക്കണ്ട. ഇതൊക്കെ ചെയ്താ പാറു? ഇല്ല ലച്ചു, മാത്സിന്റെ ചെയ്തിട്ടില്ല. ലാസ്റ്റ് പീരീഡ് ആണല്ലോ, ഉച്ചയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. ഞാനെല്ലാം ചെയ്ത് ഫ്രീ ടൈം കുറെ ഉണ്ടായേ, ഞാൻ കാണിച്ചു തരാം. എന്നാ ആ ബുക്ക് എൻ്റെ കയ്യിലോട്ട് തന്നേര്. ഞാനേ ഏതെങ്കിലും ഒരു പീരീഡ് ഇരുന്ന് എഴുതി വെച്ചേക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷ് അല്ലേ? അതെ നമുക്ക് കയറാം. അവരൊക്കെ കയറിയല്ലോ. എനിക്കാണെങ്കിൽ അമ്മമ്മ വന്നോണ്ട് ഇന്ന് വരാൻ ഭയങ്കര മടിയായിരുന്നു ലച്ചു. അമ്മമ്മ വന്നിട്ടുണ്ടാ? എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നാ? എന്ത് ചോദ്യാ? സ്പെഷ്യലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കുള്ള വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, വരുമ്പോ തരാട്ടോ. ഓ അത് കേട്ടാ മതി. ഈ രാജ്യത്ത് എല്ലാവരും കുശുംബികളാടി. ഒരു രക്ഷയില്ല ഒരിടത്തെ കൊണ്ട്. ഈ വാസുക്ഷേത്രത്തിൽ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ആരും നമ്മളെ പറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് ലോകകാരിയാന്ന് തോന്നുന്നു. എനിക്ക് കേൾക്കാടി, നമ്മുടെ കുറ്റം പറയണം. അവൻ കേട്ടോ? എന്താടാ നീ എന്താ ഞങ്ങളുടെ കുറ്റം പറയുന്നേ? നിങ്ങൾ എന്താ സംസാരിക്കണെന്ന് ചോദിച്ചാ അതെങ്ങനെ അവർക്കറിയാ? അതറിയാത്തോണ്ടല്ലേ ചോദിച്ചേ. അത് ഞങ്ങൾക്ക് പോലും അറിയില്ലടി. നീ ഹോംവർക്ക് ചെയ്തോ മാത്സിന്റെ? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യും. ഞാൻ ചെയ്ത് കഴിഞ്ഞു. നിനക്ക് വേണോ? എടി മന്തി, അത് ഉച്ച കഴിഞ്ഞിട്ടല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഉണ്ടാ വീട്ടിൽ. ഞാൻ പറയാനുള്ള പറഞ്ഞോളൂ. അമ്മമ്മയുമായിട്ട് വരുന്ന പടി. ആ ശരി. ഗുഡ് മോർണിംഗ്. ഒരാൾക്കെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. നല്ല വിശേഷടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നത്. രാവിലെ ഞാൻ വാർത്ത